നമസ്തേ. സർവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ വ്യത്യാസങ്ങൾ വരുത്താൻ ശേഷിയുള്ള കാര്യങ്ങൾ. മറ്റൊന്നുമില്ല, വളരെ ലളിതമായ കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു മുറിക്കകത്ത് കയറി ദൈവത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വിളക്കം കത്തിച്ച് അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നതല്ല ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതാണ് ഞാൻ കണ്ടിരിക്കുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ദൈവം അവിടെയാണ് കുടികൊള്ളുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ അനുഭവിക്കുന്ന ഏത് ദുഃഖങ്ങളും ഏത് ദുരിതങ്ങളും നിമിഷ നേരം കൊണ്ട് അത് മാറിപ്പോകുന്നതിന് വേണ്ടി നിങ്ങളിങ്ങനെ മാത്രം ചെയ്താൽ മതി. നിത്യവും പ്രാർത്ഥന, ഒരു ദിവസം ഒരു 3 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക. അത് രാവിലെ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 3 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ എല്ലാ ജോലിയും തീർന്നു വന്ന് കിടക്കുന്നതിന് മുമ്പ് മൊബൈലെടുത്ത് നിങ്ങൾ നോക്കുന്ന മണിക്കൂറുകൾ നോക്കിയിരിക്കുന്ന ആ സമയത്ത് ഒരു 3 മിനിറ്റ് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക. ആ 3 മിനിറ്റത്തെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത്. യാതൊരു സംശയം വേണ്ട. നിഷ്ഠയോടെ പ്രാർത്ഥിക്കുക. അതിന് പൂജാമുറിയിൽ പോയിരിക്കണമെന്നൊന്നും നിയമമില്ല. വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലം നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത്, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കൈ കാലും മുഖവും വായും കഴുകി ആ കട്ടിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ കസേരയിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ നിങ്ങൾ വിളിക്കുക, ധ്യാനിക്കുക, 3 മിനിറ്റ് പ്രാർത്ഥിക്കുക. എന്താ ഈ പ്രാർത്ഥന? എന്താ? നീ ഇന്ന് അനുഭവിച്ചതായിട്ടുള്ള സന്തോഷവും സങ്കടങ്ങളും അത് പറയുക. ഭഗവാന്, ഞാനിതാണ് അനുഭവിച്ചത്. നാളെ ഞാൻ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിനൊരു കുറവ് വരുത്തി തരണം, ഒരു ഇറക്കം വരുത്തി തരണമേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചൊരു 3 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക. ആ 3 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കും, സംശയം വേണ്ട. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എവിടെയാണോ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ പോയിരിക്കണം. ഇനി വിദേശത്തുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരെണ്ണം വരാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ നാട്ടിൽ ആരെങ്കിലും ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, മക്കളുടെ മക്കൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ആ കുടുംബക്ഷേത്രത്തിലേക്ക് കൃത്യമായി മാസം ഒരു വിളക്കിനുള്ള അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ എണ്ണ മേടിക്കാനുള്ള പണമെങ്കിലും നിങ്ങളവിടെ കൊടുക്കണം. ഇനി അതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടുംബക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ലീവിന് നാട്ടിൽ വരുമ്പോൾ ആ കുടുംബക്ഷേത്രത്തിൽ ആദ്യം പോയി കണ്ട് അവിടെ കൈയെടുത്ത് തൊഴുത് അവിടെ ക്ഷമ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക, ഞാൻ വിദേശത്താണ് നിൽക്കുന്നത്, എനിക്ക് വരാൻ കഴിയില്ല, അത് ക്ഷമിക്കണം, ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെയും ഞാൻ വന്ന് കണ്ടുകൊള്ളാം, യഥാശക്തി എന്നെക്കൊണ്ട് ആവും വിധത്തിൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വിളക്കത്തിക്കുള്ള എണ്ണയും തിരിയും പൂക്കളും ഒക്കെ സമർപ്പിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിഷ്ഠയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു നിമിഷം മതി സർവ്വതും മാറി വരുന്നതിന്. എൻ്റെ മൂർത്തികൾ ഇങ്ങനെ പറയുന്നു. അപ്രകാരം ദൈവത്തിൽ നിന്നും അകന്നു നടക്കുന്നവരെല്ലാം സങ്കടങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഈ സങ്കടങ്ങൾ വരുന്നത്? എന്താ ഈ സങ്കടം എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോക്കൂ, വളർന്നു വരുന്ന പുതുതലമുറയിൽപ്പെട്ട ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിങ്ങൾ നോക്കൂ. സഞ്ചാര സ്വാതന്ത്ര്യം നല്ലതാണ്, സ്വാതന്ത്ര്യം കൂടുതലാണ്, എവിടെയും പ്രശ്നങ്ങളാണ്. മൂർത്തികൾ പറയുന്ന ഇങ്ങനെയാണ്, ലഹരികൾക്കടിമപ്പെട്ട് നശിച്ചു പോകും. ഈ ലഹരി എന്ന് പറയുന്നത് അസുരനാണ്, നീചമായ ഒരു ശക്തിയാണ്. ആ ലഹരിക്ക് അടിമപ്പെട്ടു പോവും, ജീവിതം നശിക്കും.
നമ്മളെന്നും പത്രത്തിൽ കാണുന്നില്ലേ, ലഹരി വേട്ട അവിടെ പിടിച്ചു, ഒരു പെണ്ണും 4 ആണുങ്ങളും അവരെ ലഹരി പിടിച്ചു, MDMA പിടിക്കുന്നു. നോക്കൂ, പണത്തിനോടുള്ള ആർത്തിയും, അതായത് ജോലി ചെയ്ത്, അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ത്യാഗം ചെയ്ത് പണം ഉണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ട് എളുപ്പ വഴിയിലൂടെ അവർ പണം സമ്പാദിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്, അല്ലേ? ആ വ്യക്തികൾ ദൈവവിശ്വാസം ഇല്ല അവർക്ക്. അവർ ക്ഷേത്രങ്ങളിൽ പോകില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഇതിൻ്റെ ഉൽപ്പത്തി എവിടെയാണ്? വീടാണ്. വീട്ടിലുള്ള മാതാപിതാക്കൾ അതിനുവേണ്ടി പരിശ്രമം ആദ്യം കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരു 10 വർഷം മുമ്പുള്ള ജീവിതങ്ങൾ നോക്കൂ. ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ മാതാവ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കുട്ടിയെ കൊണ്ട് കുഞ്ഞുനാളിലെ കൊണ്ടുപോയി ശീലിപ്പിക്കും? അങ്ങനെ വേണം. ഇപ്പോഴങ്ങനെയാണോ? അമ്മമാർക്ക് സമയമില്ല. ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മൊബൈലിലെ കളി അമ്മമാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം കാണിക്കും. ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല. അവൻ അവൻ്റേതായ വഴി കൂടെ വളർന്നു വരുന്നത്. അവസാനം എന്താ സംഭവിക്കുന്നത്? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത്, നിങ്ങളും വളർന്നില്ലേ? നിങ്ങളും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യത്തിലും ശിക്ഷണത്തിലും നിങ്ങൾ വളർന്നില്ലേ? നിങ്ങൾ വഴിവഴിച്ച് പോയോ? നിങ്ങൾ ലഹരിക്കടിമപ്പെട്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് നിങ്ങൾ പോയോ? ഇല്ല. ഈ പോക്ക്, ഈ യാത്ര നാശത്തിലേക്കാണ്. ആർക്കും ആരെയും ഭയമില്ലാത്തൊരവസ്ഥ. മുതിർന്നവരെ അനുസരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളെ ലാളിക്കാം, പക്ഷേ ശിക്ഷണം കൊടുത്ത് തന്നെ ലാളിക്കണം. ഇല്ല എങ്കിൽ നശിച്ചു പോകും. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഗൗരവത്തിലെടുക്കണം. എൻ്റെ അടുത്ത് ഒരുപാട് അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവരൊന്ന് പറയുന്നത്, എൻ്റെ മകൻ നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കുറച്ച് നാളായി അവൻ പഠിക്കുന്നില്ല, അനുസരണയില്ല, എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യമാണ്, തെറി പറയുന്നു, അവന് ഇഷ്ടപ്പെട്ട സമയത്ത് പോകുന്നു, ഇഷ്ടപ്പെട്ട സമയത്ത് വരുന്നു. എന്തു ചെയ്യും? നമ്മൾ ഉപദേശിച്ച് നോക്കി, അവന് ദേഷ്യം, ഒന്നും പറയാൻ പറ്റുന്നില്ല, അച്ഛനോട് മിണ്ടാറില്ല, അമ്മയോട് മിണ്ടാറില്ല. അവസാനം അഭയം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത്, എൻ്റെ മകനെ രക്ഷിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട്. എന്നോട് എത്രയോ പേര് വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇതൊരു ചെറിയ അറിവാണ്, എൻ്റെ അറിവുകളിൽപ്പെട്ട ഒരു ചെറിയ അറിവ്. ഈ ഒരു ചെറിയ അറിവ് നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ ഉന്നതങ്ങളിലേക്ക്, അതായത് അനുഭവിക്കുന്ന സങ്കടങ്ങളെല്ലാം മാറി നല്ല നിലയിൽ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. എല്ലാവരെയും മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു 3 മിനിറ്റ് ഒരു ദിവസം പ്രാർത്ഥിക്കാനിരിക്കുക. നിങ്ങളുടെ കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് നിങ്ങൾ കാണാത്ത, നിങ്ങളറിയാത്ത എൻ്റെ മൂർത്തികളെ മനസ്സിൽ വിളിക്കുക. ഇപ്രകാരം, മൂർത്തികളെ എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ പേര് ഇതാണ്, എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ മൂർത്തികളെ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും മൂർത്തികൾ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും, നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റി തന്നിരിക്കും.